ഓഗസ്റ്റ് 11 ഞായറാഴ്ച. യോഹന്നാൻ 6:41 മുതൽ 51 വരെ വാക്യങ്ങൾ. കൽക്കട്ടയിലെ സെൻറ്റ് തെരേസ ദരിദ്രർ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചതിനാൽ സമ്പന്നരേക്കാൾ ഉദാരമതികളാണെന്ന് കാണിക്കുന്ന ഒരു കഥ പറയുന്നുണ്ട്. കൊൽക്കത്തയിലെ ഒരു പാവപ്പെട്ട ഹിന്ദു കുടുംബം ദിവസങ്ങളോളം പട്ടിണിയാണെന്നറിഞ്ഞ മദർ തെരേസ അവരെ സന്ദർശിച്ച് ഒരു ബാഗ് അരി കൊണ്ടുവന്നു. ആ വീട്ടിലെ അമ്മ തനിക്ക് കിട്ടിയ അരി 2 തുല്യ ഭാഗങ്ങളായി വിഭജിച്ച് ഒരു ഭാഗം തൻ്റെ അയൽവാസിയായ മുസ്ലിം കുടുംബത്തിന് കൊടുക്കാൻ പോയി. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് അവർ തിരിച്ചു വന്നപ്പോൾ മദർ തെരേസ ചോദിച്ചു, എന്തിനാണ് പാവപ്പെട്ടവരായി നിങ്ങൾ ഇത്രയും ഉദാരമായ ഒരു പ്രവൃത്തി ചെയ്തത്? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ കുടുംബത്തിന് ഈ ബാഗിലെ പകുതി അരി ഉപയോഗിച്ച് വിശപ്പടക്കാൻ സാധിക്കും. എന്നാൽ എൻ്റെ അയൽവാസിയുടെ കുടുംബത്തിൽ ധാരാളം കുട്ടികളുണ്ട്, അവരും പട്ടിണിയിലാണ്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ഫരിസേയർ യേശു പറഞ്ഞതിനെ ഓർത്ത് പിറുപിറുക്കുന്നതോടെയാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന പ്രസ്താവനയെക്കുറിച്ച് അവർ തർക്കിച്ചു. യേശു തൻ്റെ ശ്രോതാക്കളോട് പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാണ്. നമ്മുടെ പൂർവികൻ മരുഭൂമിയിൽ മന്ന കഴിച്ചിരുന്നു എന്നത് സത്യമാണ്. എന്നിരുന്നാലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പം തിന്നുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. യേശുവിനെ ശ്രദ്ധിച്ചിരുന്ന ആളുകൾക്ക് അത് വലിയൊരു സ്കാൻഡലായിട്ട് മാറി. അവരുടെ ചോദ്യം, ഇത്രയും വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഇവൻ ആരാണ്? തീർച്ചയായിട്ടും യേശു ഒരു ശക്തനായ പ്രസംഗകനായിരുന്നു. എന്നാൽ അവനെങ്ങനെ ജീവൻ്റെ അപ്പമാകും? യേശു ഒരു പടി കൂടി കടന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന അപ്പം ലോകത്തിന് വേണ്ടി, ലോകത്തിൻ്റെ ജീവന് വേണ്ടി എൻ്റെ ശരീരമാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം ഇതാണ്. യേശു ലോകത്തിലേക്ക് വന്നത് പ്രധാനമായും അപ്പം നൽകാനല്ല, പിന്നെയോ അപ്പമാകാനാണ്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. രണ്ടാമതായി, യേശു വന്നത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാനല്ല, പിന്നെയോ വിലപ്പെട്ടവനാകാനാണ്. പല ക്രിസ്ത്യാനികളും യേശുവിനെ കാണുന്നത് അവൻ വഴി എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകും എന്ന രീതിയിലാണ്. യേശു വന്നത് വാസ്തവത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നമ്മെ സഹായിക്കാൻ വന്നതല്ല, പിന്നെയോ നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റിമറിക്കാൻ അവൻ ലോകത്തിലേക്ക് വന്നു. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ ഇസബെൽ രാജ്ഞിയുടെ ക്രോധത്തിൽ നിന്ന് ഓടിപ്പോയ ഏലിയ പ്രവാചകൻ മരുഭൂമിയിൽ കഴിഞ്ഞുകൂടിയത് ഒരു ചെറിയ അപ്പം ഒരു കുടം വെള്ളവുമാണ് കൊണ്ടാണ്. ഭക്ഷണം അവൻ്റെ യാത്ര തുടരാനും ദൈവത്തിൻ്റെ പർവ്വതത്തിലെത്താനും ആവശ്യമായ ശക്തി നൽകി. ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ
മനുഷ്യരാശിക്ക് യേശുവിൻ്റെ അത്ഭുതകരമായ അർപ്പണമായ കുർബാനയുടെ അടയാളം നമുക്ക് ദർശിക്കാൻ സാധിക്കും. ദിവ്യകാരുണ്യ ആരാധകനായിരുന്ന വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടീസ് പറഞ്ഞത് ശരിയാണ്. കുർബാന സ്വർഗത്തിലേക്കുള്ള എൻ്റെ പാതയാണ്. കാർലോസ് യേശുവിന് വേണ്ടി ജീവിച്ചു. ദിവസേനയുള്ള കുർബാനയിൽ അവൻ യേശുവിനെ തൻ്റെ ഭക്ഷണമാക്കി. അത് അവരിൽ യേശുവിൻ്റെ സ്നേഹം നിറച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഉണർന്നിരിക്കാനും ജാഗരൂകരായിരിക്കാനും ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്വർഗത്തിൽ നിന്നുള്ള അപ്പമായ യേശു അസാധാരണമായ വിധത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ വേഷത്തിലോ അപ്രതീക്ഷിതമായ ഒരു സഹായഹസ്തം ലഭിക്കുന്നത് വഴിയോ പ്രഭാതത്തിൻ്റെ നിശബ്ദതയിലോ അവൻ കടന്നു വരാം. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണും കാതും മനസ്സും ഹൃദയവും തുറന്ന് ജാഗ്രതയോടെ ഇരിക്കുക. അവനെ നഷ്ടപ്പെടാൻ ഇടയാകാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.